എനിക്ക് പൊതുവെ മൃഗങ്ങളെ പേടിയാണ്. അപ്പോഴാണ് ഈ പശു നക്കുന്നത്. അതിങ്ങനെ ഒരു സാധനം കല്ല് വെച്ച് ഉരയ്ക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഷോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ക്യാരവനിൽ പോകുന്ന ആ സ്വഭാവം വേണ്ട. ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നിങ്ങൾ എല്ലാവരും, കാരണം എല്ലാവരും സിറ്റിയിൽ അങ്ങനെ വന്നതാണല്ലോ. എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് സ്നേഹത്തോടെയാണ് നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് പറയാവുള്ളൂ. ഭയപ്പെടണമെങ്കിൽ ഭയപ്പെടാം, റിസ്ക് ആണ്. അതിപ്പോഴാണെങ്കിലും ചിലപ്പോൾ അറിയില്ല ഇനി എന്തായിരിക്കും വരാൻ പോണെന്ന്. ട്രാക്ടർ ഓടുമ്പോൾ നമ്മളും കുലുങ്ങി നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഹെവി ആയിട്ടൊരു സാധനമല്ലേ. കുറേ നാൾ ഞാൻ സിനിമ ചെയ്യാതിരുന്ന സമയത്ത് പെട്ടെന്ന് കട്ടപ്പന വന്നു. പിന്നെ അങ്ങനെ കുറേ നാളിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് എവിടെന്നോ പൊങ്ങി വന്നു പൊറിഞ്ചു പറയും ജോസ്. അറിയില്ല, വിളിച്ച ലിസ്റ്റാണ് ഞാൻ ആലോചിച്ചത്. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് തന്നെ ആരാ വിളിക്കണമെന്ന് അറിയോ? ഏറ്റവും അറിയാവുന്ന രണ്ടുമൂന്ന് ഓൺലൈൻകാരും വിളിക്കും, രണ്ടും ചാനലുകാരും വിളിക്കും. നമസ്കാരം, ഞാൻ ഇന്നൊരു സിനിമ കണ്ട് വരികയാണ്. തമിഴ് സിനിമകൾ കാണാറുണ്ട്, പക്ഷേ ഇത് കണ്ടപ്പം മനസ്സിൽ ഓടിയെത്തിയത് എൻ്റെയൊക്കെ കുട്ടിക്കാലം ഓടിയെത്തുന്നു. നമ്മളൊക്കെ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് കണ്ടത്തിലൊക്കെ ഫുട്ബോൾ കളിക്കുന്ന കാലം, ക്രിക്കറ്റ് കളിക്കുന്ന കാലം, ഈ കാലം ഓർത്തു വയ്ക്കുന്ന ഒരു സിനിമ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ, ഇത്രയും നല്ലൊരു സിനിമ ഈ ഇടയ്ക്ക് ഞാൻ തമിഴ് സിനിമയിൽ, എന്നാൽ ഒന്നുമില്ലെങ്കിലും എല്ലാമുള്ള ഒരു സിനിമ, അതിൽ നമ്മൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാസിക അഭിനയിച്ചിരിക്കുന്നു. സാസിക, മലയാള സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാറുകൾക്ക് കിട്ടുന്ന എൻട്രിയാണ് കിട്ടിയത്. മാസിന്റെ ആ ട്രാക്ടറൊക്കെ ഓടിച്ചൊരു വരവുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എനിക്കിന്ന് ആദ്യമേ തന്നെ ഡയറക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. കാരണം എനിക്ക് തോന്നി മലയാളത്തിൽ ചിലപ്പോൾ ഇപ്പം അടുത്തൊന്നും ഇങ്ങനൊന്നും ഒരു എൻട്രി കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ കിട്ടുന്നത് മിസ് ചെയ്യണ്ട. അല്ല, മലയാളത്തിലാണെങ്കിലും നമുക്ക് സ്ത്രീ കഥാപാത്രത്തിന് വളരെ കുറച്ചേ അങ്ങനെ കിട്ടാറുള്ളൂ. വളരെ കുറച്ചാണ് കിട്ടാറുള്ളൂ. ഇനി എനിക്ക് കിട്ടണമെങ്കിൽ കുറെ കൂടി വൈകും എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇവിടെ അത് കിട്ടിയപ്പോൾ അങ്ങ് ചൂസ് ചെയ്തു. അത് വല്ലാത്തൊരു എൻട്രി ആയിരുന്നു. അതെ അതെ അതെ. ആ മുഖഭാവമൊക്കെ ഉണ്ടല്ലോ, ഒരു ക്രൂരമായ ഒരു ലുക്കിലാണല്ലോ വരുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞില്ല, സിനിമ കണ്ടാലും ബാക്കിയുള്ളവർ കാണാനുള്ളൂ. സെപ്റ്റംബർ 20 റിലീസ് ചെയ്തതാണ്. ഇനിയും സിനിമ കാണാൻ ആളുകളുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് പേരെ മലയാളീസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ കയറുമ്പോൾ കുറേ തമിഴ് ആളുകൾ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഓരോ കൗണ്ടറിൽ ചിരി വരുന്നുണ്ട്. ചിരിക്കും നമുക്ക് നമ്മൾ മലയാള സിനിമയിൽ ആദ്യമേ കാണുന്ന നമുക്ക് ചിരി വരുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ, മാറി. പക്ഷെ അത് നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ സാസികയെ സംബന്ധിച്ചും വലിയൊരു അംഗീകാരമായിരിക്കും അതല്ലേ? അതെ, കാരണം തമാശ ഈ സിനിമയിലെ തമാശ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷണൽ കോമഡി ആണല്ലോ, അല്ലാതെ ഒരു ഹ്യൂമറിന് വേണ്ടി സെപ്പറേറ്റ് ട്രാക്ക് ഒന്നുമില്ല. ആ ഒരു കഥയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് വരുമ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ഡയലോഗ് ഇല്ലാത്ത നോട്ടത്തിനൊക്കെ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ എല്ലാവർക്കും ഒരു എന്താ പറയുക, പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ക്യാരക്ടേഴ്സാണ്. അതൊരു നാട്ടിൻപുറത്തെ, ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൻപുറത്തെ ആൾക്കാരുടെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു രീതികളും, കുഞ്ഞു കുഞ്ഞു ഈഗോ ഗ്രൗണ്ടിൽ വെച്ചിട്ട്, ഈ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ചെറിയ ഈഗോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ആ ഒരു ചിരി. അപ്പം ഞാനും ഇങ്ങനെ പുറകിലിരിക്കുന്ന ഫാമിലി, നമ്മൾ ചില പോർഷൻസ് നോക്കുമല്ലോ, ഇതിന് ചിരിക്കുമോ അവര്, അപ്പം അതിനൊക്കെ അവർ ചിരിച്ചപ്പോൾ നമുക്കൊരു സന്തോഷം. എനിക്കൊന്ന് ഈ ഇപ്പൊ പറഞ്ഞ ഈഗോയുടെ വിഷയമുണ്ടല്ലോ, അതൊരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത്. അത് വല്ലാത്തൊരു ഫീലാണ് ഉണ്ടാക്കിയ സിനിമയ്ക്കെന്ന് എനിക്ക് തോന്നുന്നത്. അത്തരം ഒരു സിനിമ, ഈ കഥ മൊത്തം കേട്ട് കഴിഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞ ആ തുടക്കമാണ് നമുക്ക് ഇങ്ങനെ ഒരു മാസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ മൊത്തം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? മൊത്തം കഥ കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇതൊരു സ്പോർട്സ് മാത്രം അടങ്ങുന്ന, അല്ലെങ്കിൽ അത് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നൊരു സിനിമയല്ല, ഫാമിലിക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഒരു പ്രാധാന്യമുള്ളൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അവതരിപ്പിച്ച യശോദ എന്ന് പറഞ്ഞ ക്യാരക്ടറാണെങ്കിലും, എൻ്റെ മകളായിട്ടുള്ള ആ കുട്ടിയുടെ ദുർഗ എന്ന് പറഞ്ഞ ക്യാരക്ടറാണെങ്കിലും, അല്ലെങ്കിൽ വേറൊരു ദേവദർശിനി മാം ചെയ്തൊരു ക്യാരക്ടറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മയായിട്ട് ചെയ്ത, ഇതെല്ലാം ഭയങ്കര, അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ അതായത് മലയാളി സ്ത്രീകൾ, തമിഴ് സ്ത്രീകൾ, തെലുങ്ക് സ്ത്രീകൾ, അങ്ങനെയില്ല, എല്ലാ സ്ത്രീകൾക്കും റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഫാമിലി പ്രശ്നമാണ് ഈ 4 സ്ത്രീകളും ആ സിനിമയിൽ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയിൽ സംസാരിക്കുന്നതും നമ്മൾ ഒരാളുടെ ഒരു പാഷൻ്റെ പുറകെ പോകുമ്പോൾ ചില സമയത്ത് അത് ചില ഫാമിലിയെ ഹേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചില ഫാമിലി മെമ്പേഴ്സിനെ അത് ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതും വളരെ സത്യമാണ്. ഇപ്പോൾ ഒരുപാട് ഫാമിലിയിലുണ്ടാവും, എനിക്ക് സിനിമ അഭിനയിക്കണം എന്നാണ് ഇഷ്ടമുണ്ടെങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവാതിരിക്കാം. അപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിലെങ്കിലും അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറേണ്ടി വരും. പക്ഷേ അവർക്കും എൻ്റെ അടുത്തുള്ളൊരു അമിതമായ ഇഷ്ടം കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാതിരിക്കാനും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ.
അതൊക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നി ആ ഒരു കുഞ്ഞു കുഞ്ഞു ഇമോഷണൽ വാല്യൂസ് അത് എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്ത് അങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ ഡയലോഗ്സും ആണ്. അപ്പോൾ അത് രണ്ടും വളരെ ഗംഭീരമായിട്ട് കഥ നറേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ PDF നമുക്ക് വായിക്കുമ്പോൾ ഒരു വേറെ ഫീല് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റായിട്ട് വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നി ഇതെന്തായാലും ഫാമിലി ഓഡിയൻസിനും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും. തമിഴ്നാട്ടിലൊക്കെ നല്ല വിജയമാണ്. തമിഴ്നാട്ടിൽ അതായത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിന് മെയിൻ റീസൺ ഇത് തന്നെയാണ്, ഈ ഒരു ഫാമിലി സ്പോർട്സ് ഡ്രാമ. അപ്പം സ്പോർട്സും ചേട്ടൻ പറഞ്ഞ പോലെ കുറേ പേർക്ക് കണക്റ്റ് ആവും. അതിലെ ആ ഒരു 2 ടീമുകൾ തമ്മിലുള്ള ഈഗോ, സ്പോർട്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യമായിരിക്കുമല്ലോ. ഒന്ന് എടാ എന്ന് വിളിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ തോക്കുമ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ തന്നെ ഈഗോ ആവും. അപ്പോൾ അത് സ്പോർട്സിൻ്റെ ഒരു രീതിയാണ്. അത് നമുക്ക് എല്ലാവർക്കും കണക്റ്റ് ആവും. നമ്മൾ തന്നെ മാച്ചസ് ഒക്കെ TV-ലൊക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് കണക്റ്റ് ആവുന്ന ഒരു വിഭാഗം ആൾക്കാർ. ഞാൻ ഈ പറഞ്ഞ സ്ത്രീകളുടെ പക്ഷം അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് മനസ്സിലാവുന്ന ആൾക്കാർ ഒരു വിഭാഗം. പിന്നെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ സറ്റയർ രീതിയിൽ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയുക, തമിഴ് ഓഡിയൻസിന് മൊത്തത്തിൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അവർക്കൊരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കാരണം വിജയകാന്ത് സാറിന് ഇഷ്ടമുള്ളവർ ഭയങ്കര കൂടുതലാണ് തമിഴ്നാട്ടിൽ. നമ്മുടെ ഇവിടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ചിലപ്പോൾ കുറച്ച് പേരായിരിക്കും അതിനെ ആരാധിക്കുന്നുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. വിജയകാന്ത് ക്യാപ്റ്റൻ്റെ സോങ് ആദ്യത്തെ ഇതിൽ വരുമ്പോൾ തന്നെ ഭയങ്കര കയ്യടിയായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഒരുമിച്ചൊരു സിനിമയ്ക്ക് കിട്ടിയപ്പോൾ എൻറ്റയർ തമിഴ്നാട്ടിൽ ഭയങ്കര ഒരു വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 2nd വീക്കിൽ ഹൗസ്ഫുൾ ഷോസ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? എനിക്ക് തോന്നുന്നു ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് വാസന്തിയും ചതുരം സിനിമയൊക്കെ എൻ്റെ യൂട്യൂബിൽ അവരിങ്ങനെ ഇത് കാണുമല്ലോ, ക്ലിപ്സ് പോലെ കാണും. അപ്പം അങ്ങനെ കണ്ടപ്പോൾ അവരിങ്ങനെ ഓൾറെഡി ഓഡീഷൻസ് കുറേ പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ 2 ക്ലിപ്പ് കണ്ടു. അപ്പോൾ അവർ വിചാരിച്ചു വാസന്തിയിലെ എന്നെ എന്താ പറയുക, ദിബു എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഇല്ലേ നമ്മുടെ, അപ്പോൾ അദ്ദേഹം മലയാളി ആയതുകൊണ്ട് ഈ സിനിമയ്ക്ക് അദ്ദേഹം ആയിരുന്നു മ്യൂസിക് ചെയ്യാനിരുന്നത്. അപ്പോൾ ആളെ വിളിച്ച് കണക്ട് ചെയ്ത് എൻ്റെ മൊത്തം വേറെ സിനിമകളും കാര്യങ്ങളൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി എല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങനെ അവർക്ക് ഓക്കെ ആയിട്ട് അങ്ങനെ എന്നെ വിളിച്ചതാണ്. അല്ലാതെ പേഴ്സണലി നമ്മൾ പരിചയമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഞാനൊരു ഓഡീഷന് പോയി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് യൂട്യൂബ് വഴി ആണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതുവരെ മറുപടി തന്നോ ഡയറക്ടർ? മറുപടി തന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ നല്ലത് എന്ന് പറഞ്ഞു. ഇതുവരെ കിട്ടിയോ? ഇല്ല, ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ അടിപൊളിയായി സൂപ്പർ എന്നുള്ള അത് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ഡിസ്കഷനിൽ വന്നപ്പോഴാണ് ആർക്കും കിട്ടിയിട്ടില്ല, ആരോടും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് സന്തോഷമായി. മേ ബി അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയായിരിക്കും, ഓവറായിട്ട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ലായിരിക്കും. പക്ഷെ നല്ലതായതുകൊണ്ടായിരിക്കും ചില സാധനങ്ങൾ ഓക്കെ വെച്ചിട്ടുണ്ടാവുക. പക്ഷെ നന്നായിട്ട്, അതായത് നമ്മളെ കൊണ്ട് നന്നായിട്ട് ആ ഒരു പണി എടുപ്പിക്കും. അതെ നന്നായിട്ട് പണി എടുപ്പിക്കും. നമ്മൾ വിചാരിക്കുമ്പോൾ ഇതിന് ഇത്രയും പോരെ, ഇന്ന് നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്രയും പോരെ, ഇനി എന്താ, പക്ഷെ അല്ല മാറ്റി ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യൂ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടാണ്. ഏതാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഏതാണ് എടുത്തിരിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ചില ഷോട്ടൊക്കെ ഞാനിപ്പോൾ സിനിമ കാണുമ്പോഴാണ് നമ്മൾ അറിയാതെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യുമല്ലോ, ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന, അതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കണത്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കണത്. ഞാനൊരു സീനിൽ എൻ്റെ അമ്മായിയമ്മ എന്നെ കാണാൻ വരുന്ന സമയത്ത് മരം ഇങ്ങനെ ചുരണ്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, തോലിങ്ങനെ ഉരിഞ്ഞുകൊണ്ട്. അത് ഞാൻ വെറുതെ ആലോചിച്ച് നിന്നതാണ്. പക്ഷെ അടുത്ത സീനപ്പോൾ ആ ഡയലോഗ് ഞാൻ പറയുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ള ഞാൻ ചെയ്തത് ഞാൻ അറിയാതെ ക്യാമറ വെച്ച് എടുത്തതാണത്. അത് സിനിമ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ഞാൻ അന്ന് എടുത്തു വെച്ചു, എവിടെയെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഈ സീൻ അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നി, അങ്ങനെ ഞാൻ ചെയ്തതാണെന്ന് പറയും. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പോലും അറിയാണ്ട്. അപ്പം എനിക്ക് തോന്നി എപ്പോഴും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നി. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയുമല്ലോ, ഒരു ഡയറക്ടറിന്റെ വിഷനാണ്, അദ്ദേഹത്തിന് അറിയാം. ഇപ്പൊ മലയാള എനിക്ക് തോന്നുന്നു ഇതിനുപരി ഷോയ്ക്ക് പുറമാണെന്ന് തോന്നുന്നു നമ്മുടെ കുറെ ആർട്ടിസ്റ്റുകൾ, ഞാൻ അന്നില്ലായിരുന്നു, കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ സിനിമ കണ്ടിട്ട് കുറെ പേര് നല്ല അഭിപ്രായങ്ങൾ തന്നെ. മലയാള സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്, നല്ല വേഷങ്ങൾ കിട്ടുന്നുണ്ട്. ഈ സിനിമ കഴിഞ്ഞ് ഇപ്പൊ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നു, ഇത് കഴിഞ്ഞപ്പോൾ എന്താണ് മൊത്തത്തിലൊരു മലയാള ഇൻഡസ്ട്രിയിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത
നിൽക്കുന്നവർ പറയുന്നത്? ഇല്ല, അങ്ങനെ ഇപ്പം അന്ന് റിവ്യൂവിന് വന്ന നമ്മുടെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, നമ്മൾ വിളിച്ച സുഹൃത്തുക്കളും കാര്യങ്ങളും, അവർ കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സിനിമ മൊത്തത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ എൻ്റെ ഈ ക്യാരക്ടർ, ഈ യശോദ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അവർ പറയണത് ഇങ്ങനെ ഒരു വേർഷൻ സ്വാസികയുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പം അങ്ങനെ ഒരു സാധനം സ്ക്രീനിൽ കാണുമ്പോൾ, ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഇൻട്രോ, അതുപോലെ ഇൻ്റർവെൽ പഞ്ച്, അതൊക്കെ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ മുകളിലാണല്ലോ നിൽക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും അത് നന്നായിട്ട് ചെയ്ത് ഫലിപ്പിച്ചു. അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞു. അതല്ലാതെ ഇനിയിപ്പം ഈ സിനിമ കൊണ്ട് വലിയ സിനിമയ്ക്കുള്ള കരിയറിന് മാറ്റം ഉണ്ടായിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു തമിഴിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് പേര് വിളിച്ചു, അപ്പോൾ അവർ പറഞ്ഞു ഇനി അടുത്തടുത്ത സിനിമകൾ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാം നമ്മൾ പ്രതീക്ഷയിൽ ഇരിക്കുന്നു. എനിക്ക് ആ സിനിമയിൽ കുറേ, ഞാൻ ഇപ്പോൾ കണ്ടു കുറേ സാധനം എൻ്റെ മനസ്സിൽ തട്ടിയിരിക്കുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും ഒരു തട്ടി നിന്നൊരു സീൻ വെച്ചാൽ അമ്മായിയമ്മ പശുവൊക്കെ ആയിട്ട് വന്നതിന് ശേഷം ഇതൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പശു നമ്മുടെ കയ്യിൽ, അതെനിക്ക് വല്ലാത്ത ഫീൽ ചെയ്തൊരു സാധനമാണ്. അത് എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സീനാണ്, പശുവിന്റെ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടി. അത് കൃത്യമായിട്ട് ആ സംഭവം അത് എങ്ങനെ എടുക്കേണ്ട വന്നു. അതെയോ, അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അടുത്ത് നിന്നപ്പോൾ പശു അങ്ങനെ നക്കി എൻ്റെ കയ്യിൽ, കാരണം ഇത്ര ഡിസ്റ്റൻസിലല്ല നിൽക്കുന്നത്. അപ്പോൾ പശു എൻ്റെ കയ്യിൽ നക്കിയപ്പോൾ ഡയറക്ടർ പറഞ്ഞു അയ്യോ അത് വേഗം പാൻ ചെയ്യൂ, അത് ആ ഷോട്ട് വെക്കണം എന്ന് പറഞ്ഞു. അല്ലാണ്ട് പശുവിനെ കൊണ്ട് നമുക്കത് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പം ഒരു കാര്യം ഓർമ്മ, നമ്മുടെ പൃഥ്വിരാജിന്റെ ആട് സിനിമയിൽ അത് ബ്ലസ്സി സാറും പൃഥ്വിരാജും പറഞ്ഞ ഒരു കാര്യമാണ്, അല്ല ആ ഒട്ടകത്തിന്റെ അതേ സെയിം അത് നമ്മൾ ചെയ്തെടുപ്പിച്ചതല്ല, ആ സമയത്ത് പശു അത് ചെയ്തു. അപ്പൊ പശു ചെയ്തപ്പോൾ ഡയറക്ടറിന്റെ ഒരു വിഷൻ, ഇവരാണ് ഇത്രയും ദിവസം ഈ പശുവിന് ഭക്ഷണം കൊടുത്തത്, വെള്ളം കൊടുത്തത്, മാറ്റിക്കെട്ടിയത് എല്ലാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഓണർ വരുമ്പോൾ ആ പശു അങ്ങനെ ചെയ്യുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓർഗാനിക് പ്രോസസ്സാണ്. കൃത്യമായിട്ട് പശുവിന് എന്നെ പരിചയമില്ല, സ്വാസികേനെ പരിചയമില്ല, പക്ഷെ ക്യാരക്ടർ വൈസ് അത് കണക്ട് ആയപ്പോൾ ആൾ ആ ഷോട്ട് വെച്ചു. അതിനകത്ത് എൻ്റെ മുഖമില്ല, പക്ഷെ കറക്റ്റായിട്ട് അത് പാൻ ചെയ്ത് ആ സമയത്ത് അതെനിക്ക് കേൾക്കായിരുന്നു. നമ്മൾ അവർ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പശു ഇങ്ങനെ നക്കുന്നത്. അപ്പം തന്നെ ഡയറക്ടർ പറഞ്ഞു ക്യാമറ പാൻ ഡൗൺ എന്ന് പറഞ്ഞു, വേഗം തന്നെ അത് ചെയ്തു. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞ് കിട്ടൂല. ഞാനും തന്നെ അയ്യോ എന്ന് എനിക്ക് എടുക്കണം എന്നുണ്ട്, പക്ഷെ എനിക്കും തോന്നി പാൻ ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇത് എടുക്കുന്നുണ്ടെന്നുള്ളത്. ഞാനിങ്ങനെ എൻ്റെ മുഖം വെച്ചിരുന്നെങ്കിൽ ഭയങ്കര മോശമായിരുന്നു. കാരണം പശുവിൻ്റെ കൈ അല്ല നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. എനിക്ക് പൊതുവെ മൃഗങ്ങൾ പേടിയാണ്. അപ്പോഴാണ് ഈ പശു നക്കുന്നത്. അതിങ്ങനെ ഒരു സാധനം കല്ല് വെച്ച് ഉരയ്ക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. എൻ്റെ മുഖം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഭയപ്പെട്ടിട്ടുള്ള സാധനം കൈ വലിക്കാനായിട്ട് അപ്പോൾ എന്തോ ഒരു ശക്തി നമുക്ക് കിട്ടി, കൈ വലിക്കാതെ അങ്ങനെ പിടിച്ചു നിന്നു, അതുകൊണ്ട് അത് വന്നു. പക്ഷെ അത് ആ സീനായിട്ട് കാണുമ്പോൾ ഭയങ്കര നല്ലൊരു കണക്ട് ചെയ്തു ആ സീൻ. അതാ അതൊക്കെ ഒരു എന്താ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിട്ട് മാറി. അതുപോലെ തന്നെ വേറൊരു സീനിൽ ഞാനിങ്ങനെ എൻ്റെ ഭർത്താവായിട്ട് ചെറിയൊരു വഴക്കുണ്ടാക്കിയിട്ട് പശുവിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പശു ആ ഹീറോന്റെ ക്യാരക്ടറിനെ നോക്കുകയാണ്. അതും സ്ക്രിപ്റ്റിലുള്ളതോ ഒന്നുമല്ല. ടേക്ക് സമയത്ത് ആ പശു അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ എന്താ അവിടെ നോക്കണേ കുടി, ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത് ഡയലോഗ്. അപ്പൊ അവർ കറക്റ്റ് ഡബ് ചെയ്ത് എന്നെ അങ്കപ്പാക്കറ കുടി എന്നാ ഇട്ടു. അത് കറക്റ്റായിട്ട് പശു അങ്ങോട്ട് നോക്കി, അയാളെ നോക്കി. കാരണം പശുവിനെ അറിയാം ഇത് ഓണറാണ്, അയാളും ഈ പെണ്ണും എന്ത് വഴക്കാണെന്നുള്ള രീതിയിൽ പശു നോക്കി. അതൊക്കെ സംഭവിച്ചു പോയതാണ്, അല്ലാണ്ട് നമ്മളത് പ്ലാൻ ചെയ്തെടുത്തതൊന്നുമല്ല. എത്ര ക്യാമറയാണ് ഒരു സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? 2, കൂടുതലും 2 ക്യാമറയാണ്. മാച്ചസ് ഒക്കെ, കാരണം ആ മാച്ച് കുറച്ച് ഒരു ഇതാണല്ലോ. അപ്പൊ അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു 3 ക്യാമറ ഉണ്ടായിരുന്നു. എല്ലാ മാച്ചസും 8 ദിവസം വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ വീട്ടിലെ സീനൊക്കെ വരുമ്പോൾ 2 മാച്ചിന്റെ സമയത്ത് നമ്മളാരും ലേഡീസ് ആരും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള സമയത്ത് ഇപ്പം എൻ്റെ സീൻ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ലൊക്കേഷനിലൊക്കെ ഉണ്ടാവും. അത് പ്രത്യേകം ഡയറക്ടർ പറഞ്ഞിരുന്നു, ഷോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ക്യാരവനിൽ പോകുന്ന ആ സ്വഭാവം വേണ്ട, ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നിങ്ങൾ എല്ലാവരും, കാരണം എല്ലാവരും സിറ്റിയിൽ അങ്ങനെ വന്നതാണല്ലോ. അപ്പോൾ ഈ ചാണകത്തിൻ്റെ മണവും ചാണകത്തിൽ ഉള്ള സ്ഥലത്ത് ഇരിക്കലും കല്ലിന്റെ പുറത്ത്, നമുക്ക് സ്റ്റൂളൊന്നും ഇല്ല ഇരിക്കാൻ, കല്ലിന്റെ പുറത്താണ് ഇരിക്കുന്നത്. സസിയുടെ ഇരുത്തം നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ സ്ത്രീകൾ ഇരിക്കുന്ന നമ്മൾ കാണിക്കുന്നത്, എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ടല്ലോ പക്ഷെ അതൊന്നും ഇരിക്കാൻ പഠിച്ചാലേ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെന്നൈയിലൊക്കെ പോയാൽ കാണാം, നമ്മൾ എത്ര വലിയ ഫാമിലി പോയാലും അങ്ങനെ ഒരു ഇരിപ്പ്. അവർ പിന്നെ ഭക്ഷണം കഴിക്കുന്നു നിലത്തിരുന്നേ കഴിക്കും. അങ്ങനെ ഒരു അപ്പൊ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതൊക്കെ ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഈ നിലത്ത് തന്നെ ഇരിക്കൂ. അതുപോലെ നിങ്ങൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഈ പശുവും ആടും ഒക്കെ ആയിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യുന്ന പോലെ ഇതാവും. കാരണം കുറേ ഷോട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതെല്ലാം ഉപയോഗിച്ചിട്ടില്ല. ആടിനെ എടുത്ത് തോളിൽ വെക്കുന്നതും പാല് കറക്കുന്നതൊക്കെ, പക്ഷെ പാല് കറക്കുന്നൊന്നും സിനിമയിൽ ഇപ്പോൾ കാണിച്ചില്ല, അതൊക്കെ പക്ഷെ എടുത്തു. മാക്സിമം നമ്മളെല്ലാം ചെയ്യാവുന്നതൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ പറയുമായിരുന്നു അദ്ദേഹം, ക്യാരവനിൽ പോവാതെ, കാരണം പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടേ തിരിച്ചു വരുള്ളൂ.
അപ്പോൾ ഈ ക്യാരക്ടർ അങ്ങനെ ഫ്രഷ് അല്ല, അവർ ഏത് സമയവും ജോലി ചെയ്യുന്ന ആളാണ്. എപ്പോഴും അപ്പോൾ ഒരു സ്വെറ്റി ആയിട്ട് ടയേർഡായിട്ട് ഇരിക്കണം. നമ്മളപ്പോൾ ആ ഒരു ടയേർഡ്നെസ് നാച്ചുറലി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ആ ഒരു വേർപ്പും ഒരു വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ തന്നെ ഒരു ഇറിറ്റേറ്റഡ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ വേണം. നമ്മൾ ക്യാരവനിൽ പോയാൽ നമ്മൾ ഫോൺ നോക്കും, നമ്മളൊന്ന് ഉറങ്ങും, വിട്ടുപോകും, നമ്മൾ ഫ്രഷ് ആവും, AC-യിലൊക്കെ കൊണ്ടിട്ട് ഫ്രഷ് ആയിട്ട് വരും. അപ്പോൾ പിന്നെ വീണ്ടും മേക്കപ്പ് ഒക്കെ ചെയ്ത് ആക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, ഇവിടെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെയായിരുന്നു. 2 ഹീറോസ് ആണെങ്കിലും ഞാനും എൻ്റെ അമ്മായിമ്മ മോൾ എല്ലാവരും ഷോട്ട് കഴിഞ്ഞാലും അവിടെ തന്നെ ആ കല്ലിലും ആ ആടിൻ്റെ അടുത്തും ആ വീടിൻ്റെ തിണ്ണയിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മളങ്ങ് മിങ്കിളായി. അപ്പം അതുകൊണ്ട് നല്ലൊരു വർക്കിംഗ് പ്രോസസ്സ് തന്നെയായിരുന്നു ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. 2 ഹീറോസ് ആണ് അല്ലേ? അതെ, ഹസ്ബൻഡായിട്ടുള്ള അഭിനയിച്ച ആളും അതോടൊപ്പം തന്നെ മകളുടെ ഭർത്താവാകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന 2 ഹീറോസ്, അവരെ കുറിച്ച് എങ്ങനെയാണ്? രണ്ടുപേരും അതായത് 2 തരത്തിലാണ്. ഒരാൾ എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ആൾ ദിനേശ് സാറ് ഭയങ്കര ഷൈ ആണ്. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അഭിനയിക്കും, അതിന് വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ആൾ അധികം മിണ്ടില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കും. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിച്ചാൽ അതിന് ആൻസർ, അത്ര ഷൈ ആയിട്ടുള്ള ഒരാളാണ്. ഹരീഷ് ഭയങ്കര ആക്റ്റീവാണ്. ആ ഒരു എന്താ പറയുക, അതിന് ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഓടി നടന്നു അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷേ 2 പേരും എന്താ പറയുക, ഭയങ്കര സട്ടിലായിട്ട് ആക്ടിങ് ചെയ്യുന്ന 2 ആൾക്കാരാണെന്നാണ് ഞാൻ അവർ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു സീനിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഓവർ എക്സ്പ്രഷൻ ഒന്നും കൊടുക്കാണ്ട്, നമ്മളെപ്പോഴും പറയുമല്ലോ മലയാളത്തിനേക്കാളും തമിഴ് കുറച്ച് ഓവറായിട്ടാണ് എല്ലാവരും എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇവരുടെയൊക്കെ ഇപ്പോൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ആക്ടിങ്, ഇപ്പോൾ ഹരീഷിനാണെങ്കിൽ മുൻപത്തെ പാർക്കിംഗ് ഒക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ അറിയാം ആൾ നല്ലൊരു സട്ടിലായിട്ട് റിയാക്ഷൻസ് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. പിന്നെ 2 പേരും ഈക്വലി ആ ഒരു സിനിമയിൽ അവർക്കൊരു ഈഗോ ഉണ്ടെങ്കിലും സ്പോട്ടിലോ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അവർക്ക് അങ്ങനെ ഒരു ഈഗോ ഇല്ലാത്തതുകൊണ്ടാണ് ഈ 2 പേരും ഈ ഒരു സിനിമ ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ മേ ബി കാരണം ഇപ്പം അട്ടക്കത്തി ദിനേശിനെ കുറിച്ചിട്ട് തമിഴ്നാട്ടിൽ എല്ലാവരോടും ചോദിച്ചറിയാം. ആൾ ചെയ്തിരിക്കുന്ന അത്ര സ്ട്രോങ് ക്യാരക്ടേഴ്സാണ്. അപ്പം നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളൊരു പേര് ഓൾറെഡി ആൾക്കുണ്ട്. ഹരീഷിനെക്കാളും സീനിയറുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആളിങ്ങനെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ സമ്മതിച്ചതും ആ ഒരു ഈഗോ ഇല്ലാതെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാറാൻ തയ്യാറാവുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതെ, ഈവൻ ഇപ്പൊ ഹരീഷ് ആണെങ്കിലും വിചാരിക്കാം. കാരണം കഥയിൽ ദിനേശ് സാറിന്റെ ക്യാരക്ടറിനാണ് കുറച്ച് മാസ് സാധനങ്ങളും ഫ്ലാഷ് ബാക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഹരീഷിന്റെ ക്യാരക്ടറിന് അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ സ്ക്രിപ്റ്റ് തിരുത്താം, ഒന്ന് ഇടപെട്ട് തിരുത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ആളും ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റിൽ ഒരു രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് 2 ഹീറോസും ചെയ്തിട്ടില്ല. അത് കംപ്ലീറ്റ്ലി ആ ഡയറക്ടറിന്റെ ഫ്രീഡം ആയിരുന്നു. ഡയറക്ടർ പുതിയതാണ്, അപ്പോൾ വേണമെങ്കിൽ ഹരീഷ് കല്യാൺ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ സ്ക്രിപ്റ്റ് തിരുത്താം, പല സജഷൻസ് ഒക്കെ പറയാം. പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ ആ സ്ക്രിപ്റ്റ്, ഞാനൊക്കെ എന്താണോ വായിച്ചത് അത് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നി 2 പേരും ആ ക്യാരക്ടറിന് വേണ്ടി ജീവിച്ചു, അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ സിനിമ നമ്മളെല്ലാവരും സംസാരിക്കുന്ന പോലെ ഒരു നാച്ചുറലായിട്ട് അങ്ങ് വന്നത്. ആർക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനം ഇങ്ങനെ നമ്മൾ പറയില്ലേ ഏച്ച് കെട്ടിയ മുഴച്ചെടുക്കും എന്ന് പറയുന്ന പോലെ ഒന്നും വന്നിട്ടില്ല. ഇവരാണെന്നാണല്ലോ ആദ്യം തന്നെ അറിഞ്ഞു. പിന്നെ ഇവരെ കുറിച്ച് സ്റ്റഡി, ഇവരുടെ സിനിമകളൊക്കെ കണ്ടിരുന്നു. അട്ടക്കത്തി ദിനേശിന്റെ മൂവീസ് ഒക്കെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ഇപ്പം അട്ടക്കത്തി കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കുക്കു എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്, വിസാരണை അത് എല്ലാം അറിയാം. ഹരീഷിന്റെയും നമ്മുടെ ധാരാള പ്രഭു എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ്, ഞങ്ങളുടെ ഇതൊക്കെ നടക്കുമ്പോഴാണ് പാർക്കിങ്ങിൻ്റെ ഇതൊക്കെ വന്നിരുന്നത്. അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട് 2 പേരുടെയും സിനിമകളും കാര്യങ്ങളൊക്കെ. അതല്ലാതെ കൂടുതലായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ അറിയാം 2 പേരെങ്ങനെയാണെന്നുള്ളത് അറിയാം. മോളായിട്ട് അഭിനയിച്ചത് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ കുട്ടിയാണ്, വെബ് സീരീസ് ആണ് ആദ്യം ചെയ്തത്. ആളുടെ ഫസ്റ്റ് തിയേറ്റർ മൂവിയാണ് ലബ്ബർ ബന്ദ്. ആളും അതുപോലെ തന്നെ ആ ഒരു കുട്ടിയാണ്, ശരിക്കും 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ആ സെറ്റിൽ ഒരു കുട്ടിയായിട്ട് തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫാമിലി നല്ല സിങ്കായി. കാരണം നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വെച്ചിരുന്നു. അപ്പം ഞാൻ, ഈ സഞ്ജന, എൻ്റെ അമ്മായിമ്മയായിട്ടുള്ള ഗീത മാം, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സ്ക്രിപ്റ്റ് പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ്സ് പഠിക്കുക. ഈ പറഞ്ഞ പോലെ ആ ലൊക്കേഷനിൽ നടന്നും ഇരുന്നും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും കമ്പോസ് ചെയ്യുക. അതൊക്കെ ഓൾറെഡി ഞങ്ങൾ ചെയ്തു. ഞാനാണെങ്കിൽ എന്താ പറയുക, അമ്മായിമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അങ്ങനെ ഏത് സമയം ഇറിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കുക. പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ രസകരമായിട്ട് പോയതുകൊണ്ട് ഒരു സിങ്ക് ഉണ്ടായിരുന്നു. എല്ലാ സീൻസ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്
ഒരു ഇതുണ്ടായിരുന്നു, ഒരു പരിചയമില്ലാത്തൊരു സംഭവം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതെല്ലാം ഈ ഒരു ഷൂട്ടിന് മുൻപേ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെച്ചത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. എത്ര ദിവസം ഉണ്ടായിരുന്നു മൊത്തം ഷൂട്ട്? 35 ദിവസം ഉണ്ടായിരുന്നു എനിക്ക്. ടോട്ടൽ സിനിമ എനിക്ക് തോന്നുന്നു ഒരു 50 ദിവസം ഉണ്ടായിരുന്നിരിക്കും. എവിടെയായിരുന്നു മൊത്തം ലൊക്കേഷൻ? എല്ലാ ലൊക്കേഷനും ചെന്നൈ, താമ്പ്രം കഴിഞ്ഞിട്ട് കുറച്ച് പോകുമ്പോൾ സിംഗപ്പെരുങ്കോവിൽ അങ്ങനെ പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു ഉള്ളിലേക്കൊരു ഏരിയ ആണ്. അവിടെ ഒരു ഉൾഗ്രാമത്തിൽ പോയിട്ട് അവിടെ ഒരു കോളനി, ആ കോളനിയിലുള്ള വീടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അവിടെ ഒരു ഗ്രൗണ്ട്, ഒരു പാടമായിരുന്നു. ആ പാടം ഇവർ മൊത്തത്തിൽ എടുത്തിട്ട് അതങ്ങനെ ഗ്രൗണ്ട് പോലെ ആക്കി. എല്ലാം അവിടെ തന്നെയായിരുന്നു. ചെന്നൈ ചുറ്റുവട്ടത്ത് ഉൾഗ്രാമങ്ങളുണ്ട് ചെന്നൈയിലും. അത് അങ്ങ് പോകുമ്പോൾ നമുക്ക് കാണാം. അങ്ങനത്തെ സ്ഥലത്തായിരുന്നു. നേരത്തൊക്കെ കാണുമ്പോൾ നമുക്കറിയാലോ ഗ്രാമങ്ങൾ, നമുക്കടെ സിനിമ കാണുമ്പോൾ നമുക്ക് അത്രയും ഗ്രാമങ്ങളുണ്ട്. ഇപ്പോഴും ഗ്രാമങ്ങളുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇപ്പോഴും പഴയ പോലെയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഓ ഇവിടെ ഒന്നും ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ എന്ന്. നമ്മുടെയൊക്കെ നാടും ആൾക്കാരുടെ കൾച്ചറൊക്കെ നോക്കുമ്പോൾ ഒരുപാട് മാറി നമ്മൾ. പക്ഷെ അവിടെ ഇപ്പോഴും നിലത്തിരുന്ന് അതായത് വീടിൻ്റെ അകത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുക്ക് ചെയ്യുന്നത് പുറത്താണ്, കുക്കിംഗ് ചെയ്യുന്നത് പുറത്താണ്. അവർക്ക് കിടക്കാൻ ഒരു റൂമേ ഉള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പുറത്താണ് അവരിയ്ക്കുന്നത്. വീട്ടിലെ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അകത്ത് കിടത്തിയിട്ട് മറ്റേ ആൾക്കാർ പുറത്ത് കിടക്കുക. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. നമുക്കൊന്നും പക്ഷേ ഇവിടെ അങ്ങനത്തെ ഇല്ലല്ലോ. എല്ലാവർക്കും അത്യാവശ്യം വീടൊക്കെ ആയി. അപ്പോൾ അവിടെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സിനിമയുടെ മൊത്തത്തിൽ ഈ കഥ ഞാൻ ഇപ്പോൾ കണ്ടതനുസരിച്ച് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് പോലും ലാഗ് ചെയ്യാതെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറയേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്ത ആരായിരുന്നത്? ഷാൻ റോണൽഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഇപ്പം നാങ്കാലി എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഹിറ്റ് ആയിട്ടിരിക്കുകയാണ്. ജിഗർദണ്ഡ ഇവിടെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു പാട്ടുകളൊക്കെ. ഒരു സമയം പോലും നമ്മൾ ബോറടിക്കില്ല. എസ്പെഷ്യലി മാച്ചിന്റെ സമയത്ത്. അതൊരു റിസ്കി ഏരിയ ആണല്ലോ. കാരണം മാച്ചിന്റെ സമയത്ത് രണ്ടുപേർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസ് BGM കൊടുക്കുകയും വേണം. എന്നാൽ കമന്ററി ഉണ്ട്, അതിനും കൂടി മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു മ്യൂസിക് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്താൽ വേഗം ഞങ്ങളുടെ ഇമോഷൻ സീൻസ് വരുന്നു. അപ്പം അതിന് വേഗം. അപ്പം അങ്ങനെ മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു മുഖത്തിൽ എപ്പോഴും ഒരു വലിയ ഭാവവ്യത്യാസമാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ ഞാൻ കാണുന്നത്. ഒരു ചിരിച്ച മുഖം അതിനകത്ത് ഇല്ല. ഒരു പ്രാവശ്യം നിങ്ങൾ തമ്മിലുള്ള ഒരു സീനിൽ മാത്രം എപ്പോഴും ആ മുഖഭാഗം വളരെ ഇതാണ്. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്? എനിക്ക് തോന്നുന്നു ചതുരം സിനിമയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, സാസിയുടെ പല സിനിമയിലും നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമാണ്. എപ്പോഴും ഒരു ഗൗരവത്തോടു കൂടിയുള്ള ഒരു ഇതാണ്. ദേഷ്യം ഒരു വീട്ടിൽ ഇങ്ങനെ ജോലിഭാരം കൊടുക്കുമ്പോൾ ചില വീടുകളിലുണ്ടല്ലോ, ജോലിഭാരം കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു. അതെ. അപ്പൊ എൻ്റെ അടുത്ത് ഈ കഥ പറയുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു യശോദ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം അവർ ഇത്രയും വർഷമായിട്ടും എന്നും കടത്തിൻ്റെ കാര്യങ്ങളാണ്. അവരുടെ വീട് കടത്തിലാണ്. ഈ പറഞ്ഞ പോലെ ഭർത്താവ് ഇറസ്പോൺസിബിൾ ആണ്. എന്നാൽ ഭർത്താവിനോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് അതിൽ ഇടപെടാതെ എല്ലാം വിട്ടുകൊടുക്കുന്നത്. പക്ഷേ ഇയാളിങ്ങനെ റെസ്പോൺസിബിൾ അല്ലാതിരിക്കുമ്പോൾ എല്ലാ ജോലികളും ചെയ്യണം. ഈ കടത്തിൻ്റെ ആൾക്കാരൊക്കെ, പലിശക്കാരൊക്കെ വന്ന് ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യണം. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇവർ മെന്റലി ആൻഡ് ഫിസിക്കലി അവർ ഇറിറ്റേറ്റഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, ജോലിയൊക്കെ ചെയ്ത് ടയേർഡാണ്. അതെ. അപ്പം ആ ഒരു ഭാവം ആയിരിക്കണം എപ്പോഴും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തിലും ഇറിറ്റേറ്റഡിലും ഒക്കെ ആയിരിക്കണം. അതിപ്പം സ്നേഹത്തോടെ ഒരാളോട് സംസാരിക്കാന്ന് വെച്ചോ. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് സ്നേഹത്തോടെയാണ് നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് പറയാവുള്ളൂ. അതാണ് ഡയറക്ടറിൻ്റെ നിർദ്ദേശം. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെറുതായിട്ട് ചിരിക്കാം, പക്ഷെ അത് ചിരി ഇങ്ങനെ വന്നു പോകാൻ പാടുള്ളൂ. ഭയങ്കരമായിട്ട് ചിരിക്കാൻ പാടില്ല. അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ അയാൾ ഐ ലവ് യു എന്ന് പറയണ്ടല്ലോ. അപ്പോൾ ചിരി വന്നു പോകണം എന്ന് പറയും. അപ്പോൾ ഞാൻ ചിരി വന്നേ പോകാൻ പാടുള്ളൂ അല്ലേ, കുറേ നേരം ചിരിക്കാനും പാടില്ല, ഇത്ര സെക്കൻഡിനുള്ളിൽ ചിരി വന്നു പോകണം, അങ്ങനെയൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഓൾറെഡി ഫീഡ് ചെയ്ത് കഴിഞ്ഞു. യശോദ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെയാണ്. അവരൊരു മൊരടിയായിട്ടുള്ളൊരു, മേ ബി അവർ ഉള്ളിൽ എല്ലാവരോടും സ്നേഹം ഉണ്ടാവും, പക്ഷെ പുറത്തൊരു എന്താ പറയുക, ഒരു മുഖംമൂടി അണിഞ്ഞിങ്ങനെ ഇരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാ കാര്യവും വിട്ടു കൊടുക്കാനും ഒരു മനസ്സുണ്ട്, പക്ഷെ പുറമെ കാണിക്കാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളായിരിക്കും. അപ്പം ഞാൻ നോക്കുമ്പം ശരിയായിരിക്കാം, ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ വേറെ ആരും ഒരു സഹായത്തിനില്ല, ഒരു കാര്യം പറഞ്ഞാൽ ആരോട്ടും അത് കേൾക്കുന്നുമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവർ മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുള്ളൂ എന്നാണ് എനിക്കും തോന്നിയത്. അപ്പം അങ്ങനെ ആദ്യം തന്നെ നമുക്ക് നറേഷൻ അങ്ങനെ കിട്ടുന്നതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ചെയ്തത്. ചില സമയത്ത് നമ്മൾ ചിരിക്കാനുള്ളൊരു സാഹചര്യം വരുമ്പോൾ അപ്പോൾ തന്നെ ഡയറക്ടർ പറയും ഇത്ര ചിരി പാടില്ല, കുറച്ചോ ഇത്രയും ചിരി വേണ്ട, അതുപോലെ ഇത്രയും പ്രേമം പറ്റില്ല. ഞാൻ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യത്തെ ഷോട്ടിൽ ഞാനിങ്ങനെ നന്നായിട്ട് ചിരിച്ച് സാരി കൊണ്ടൊക്കെ തുടച്ചൊക്കെ വെച്ചു. അപ്പം അത്രയ്ക്കൊന്നും സ്നേഹം വേണ്ട, നിങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇയാൾക്ക് ഇത് ചെയ്തു കൊടുക്കുന്നതാണ്.
ഒരു ചെറിയൊരു ഇതിലങ്ങ് വെച്ചാൽ മതി, ഭയങ്കരമായിട്ടുള്ള ചിരി ഇതൊന്നും വേണ്ട, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളത് പെട്ടെന്ന് ചില കാര്യം നമ്മൾ മറക്കും. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ശരിയാണല്ലോ കഴിഞ്ഞ 20 വർഷമായിട്ടും അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഭയങ്കര ഒരു റൊമാൻസ് പുതിയൊരു ഭാര്യ ഭർത്താവും ചെയ്യുന്ന പോലെ ആവില്ല. അപ്പം പെട്ടെന്ന് ഒരു സൈഡ് മാത്രമേ ഞാൻ ചിരിക്കുന്നുള്ളൂ, ചെറിയൊരു ചിരി കൊണ്ടുവച്ചു. അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് ഓൾറെഡി എഴുതുമ്പോഴേ ഡയറക്ടർ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നമുക്കത് പറയുമ്പോഴും അത്ര ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്കങ്ങനെ കരച്ചിലാണെങ്കിലും ഇപ്പോൾ ഭർത്താവ് വന്ന് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോഴും ഭയങ്കരമായിട്ട് കരയാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ തിരിച്ച് കെട്ടിപ്പിടിക്കരുത്, അങ്ങനെയൊക്കെ നമുക്കൊരു ചിന്ത വരും. കാരണം ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ചെയ്യാനും ഒരു ഇഷ്ടം തോന്നി. അല്ല, ഒരു പ്രായപൂർത്തിയായ ഇത്രയും വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്, അതാണ് ഈ കഥാപാത്രത്തിന്റെ ഏറ്റവും പ്രത്യേകത. അങ്ങനെ ഒരു അമ്മയായിട്ട് അഭിനയിച്ചിട്ടില്ല, അഭിനയിച്ചിട്ടില്ല, ആദ്യമായിട്ടല്ലേ. ഈ ചില മലയാള സിനിമയിൽ ചില ആളുകൾ അമ്മ വേഷങ്ങൾ മാത്രമായിട്ട് മാറിപ്പോകുന്നുള്ളൂ, ഭയപ്പാടുണ്ടാവുന്ന ഒത്തിരി പേരുണ്ട്. അതെ, നമ്മൾ ഈ ഭയപ്പെടണമെങ്കിൽ ഭയപ്പെടാം, റിസ്ക് ആണ്. അതിപ്പോഴാണെങ്കിലും ചിലപ്പോൾ അറിയില്ല ഇനി എന്തായിരിക്കും വരാൻ പോണെന്ന്. പക്ഷേ ഉള്ളത് എനിക്ക് തോന്നി, ഞാൻ പൊതുവെ അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് അല്ല, ഞാൻ ഇൻസെക്യൂർഡും അല്ല. എനിക്കറിയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നന്നായി ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്നുള്ളൊരു, നമുക്കൊരു എല്ലാം ചെയ്യുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ ആദ്യമൊക്കെ കുറേ പേര് അയ്യോ വേണോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഡിസ്കഷനൊക്കെ വന്നു. എനിക്ക് തന്നെ വന്നു അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്നു, അയ്യോ എന്താവും അറിയില്ല. പക്ഷെ ഈ പറഞ്ഞ വലിയ കുട്ടിയാണ്. പക്ഷെ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്, അതായത് എന്റെ ക്യാരക്ടർ 12ാം ക്ലാസ്സിൽ കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതെന്താ എന്റെ ആൾക്കാർ കാണുമ്പോൾ അങ്ങനെ അതൊന്നും ഓർക്കില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നി, ഒരു ഘട്ടത്തിൽ തോന്നി അയ്യോ റിസ്ക് ആവുമെന്ന്. പക്ഷെ പിന്നെ നമ്മുടെ ഉള്ളിലൊരു ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഇല്ല ചെയ്തു കഴിഞ്ഞാൽ ഇത് ആൾക്കാർ ഇത് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു പേര് കിട്ടും എന്നുള്ളൊരു തോന്നൽ അതിങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ തന്നെ ഇതായിരുന്നു, ഞാൻ അഭിപ്രായം ചോദിച്ച് അങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാൻ നിന്നില്ല. ഞാൻ തന്നെ ഓക്കെ ശരി ചെയ്യാം, ഇനി എന്താണോ വരട്ടെ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലത് വരാനാണ് വിധിയെങ്കിൽ വരും, അതല്ല ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു കേട്ടോ. ആണ് നഷ്ടം. ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊരു നഷ്ടമാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി, ചെയ്തില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. നമുക്കും ഒരു ക്യാരക്ടർ എന്നുള്ള അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്കൊരു പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഒരു ഡയറക്ടർ വിശ്വസിച്ച് തരുമ്പോൾ അത് ചൂസ് ചെയ്യാം മറ്റു ഭാഷയിൽ. അതെ, ഇവിടെ ആൾക്കാർ നമ്മളൊക്കെ തരുന്നുമില്ല, വേറൊരു ഭാഷയിൽ നമുക്കത് തരുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും നമ്മൾ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിസൾട്ട് എവിടെയെങ്കിലും നല്ലത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് ഓക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഏജ് ഫാക്ടറൊക്കെ പിന്നെ എനിക്കൊരു സെക്കൻഡ് തോട്ടായി. ഫസ്റ്റ് ഈ ക്യാരക്ടർ എങ്ങനെയെങ്കിലും നന്നായി ചെയ്ത് ഫലിപ്പിക്കണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമാകും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് യശോദ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ എസ് പറഞ്ഞത്. ആൻഡ് ഇന്ന് എനിക്ക് നാളത്തെ കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയത് നല്ല റിസൾട്ടാണ്. കാരണം എൻറ്റയർ തമിഴ്നാട്ടിൽ നന്നായിട്ട് ഈ സിനിമ ഓടുന്നു. എന്നെ പേഴ്സണലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സ്, വെട്രിമാരൻ സാർ പോലെയുള്ളവർ, മാരി ശെൽവരാജ് സാറ് പോലെ, പാ രഞ്ജിത്ത് സാറ്, സുധ മാം, വിജയ് സേതുപതി, ശിവകാർത്തികേയൻ, അങ്ങനെ എല്ലാവരും നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ നന്നായി ചെയ്തു, നിങ്ങളുടെ ക്യാരക്ടർ ഗംഭീരമായിരുന്നു, നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്തതിൻ്റെ ഫലം കിട്ടി. ഇനി നാളെ എനിക്ക് അമ്മ വേഷമാണോ വരുന്നതെന്നുള്ളത് അത് അറിയില്ല. വിളിച്ച ലിസ്റ്റാണ് ഞാൻ ആലോചിച്ചത്. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് തന്നെ ആരാ വിളിക്കണമെന്നറിയോ? ഏറ്റവും അറിയാവുന്ന 2 ഓൺലൈൻകാരും വിളിക്കും, 2 ചാനലുകാരും വിളിക്കും. വേറെ ആരെയും വിളിക്കുമോ? ഞാൻ വിളിച്ച ലിസ്റ്റ് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇവിടെയൊക്കെ ആരെങ്കിലും വിളിച്ചു. കാരണം നമ്മള് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഇവരൊക്കെ സിനിമ കാണുന്നവരും നമ്മള് അതാണ് അവർ പോയി കാണുവാണ്, അതും തിയേറ്ററിൽ. നമ്മളിവിടെ സെലിബ്രിറ്റി ഷോ വിളിച്ചിട്ട് 15 പ്രാവശ്യം വിളിച്ചാലേ വരുള്ളൂ. അതെ. ഇത് ഞാൻ നോക്കുമ്പോ വിജയ് സേതുപതിയും ഈ വെട്രിമാരൻ സാറും എല്ലാവരും തിയേറ്ററിൽ പോയാ കണ്ടത്. നമ്മൾ അവർക്ക് വേണ്ടി ഷോ ഒന്നും വെച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ സിനിമ അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. മുൻപ് ഒരു പ്രിവ്യൂ വെച്ചിട്ടില്ല, ഒരു ഓഡിയോ ലോഞ്ച് വെച്ചില്ല, ട്രെയിലർ ലോഞ്ച് വെച്ചിട്ടില്ല, പ്രസ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഡയറക്ടേഴ്സ് എല്ലാവരും, പാ രഞ്ജിത്ത് സാറും എല്ലാവരും തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അപ്പം ഞാനും വിചാരിച്ചു നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി ആ ഒരു, അതായത് ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്തു അവർ. പിന്നത്തെ നമ്മളെ വിളിക്കാനുള്ളൊരു സമയം കണ്ടെത്തി. അത് ആവശ്യമില്ല, വേണമെങ്കിൽ നമ്പർ എടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അങ്ങനെയൊക്കെ വിളിച്ചു. അപ്പം അതൊക്കെ ഒരു സന്തോഷമാണ്.
അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അത്തരമൊരു മലയാള സിനിമയുടെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. നമ്മൾ നല്ലത് എഴുതാൻ നല്ലതെന്ന് പറയാൻ വളരെ ചുരുക്കം ആളുകൾ, പക്ഷെ ഒരു തെറ്റുണ്ടെങ്കിൽ 10,000 പേര് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു പോയതാണ്. ഈ കഥ എഴുതിയപ്പോൾ, ഈ സബ്ജക്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ, സ്വാസിയെ ചോദിച്ചോന്ന് എനിക്കറിയാം, സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഒരാളെ കണ്ടിട്ട് എഴുതിയതല്ല. സ്വാസിയ എന്നുള്ളൊരു കഥാപാത്രം ആരാന്ന് പോലും ചെയ്യുന്ന ആ ഒരു ഓർത്തിട്ടില്ല. വേറെ ആരെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിരുന്നു? അതായത് ഡയറക്ടർ പറഞ്ഞത് ഈ സ്ക്രിപ്റ്റ് അല്ല, ഈ യശോദ എന്ന് പറഞ്ഞ ക്യാരക്ടർ എഴുതുമ്പോൾ ആൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് നല്ല ഒരു പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആളുടെ മനസ്സിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തമിഴിലും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ആർട്ടിസ്റ്റ്, എനിക്ക് തോന്നുന്നു ലൈക്ക് അവർ പ്രിയാമണി അവരെയൊക്കെ അപ്രോച്ച് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് അത് നടക്കാതെ പോയതെന്ന് എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഈ ക്യാരക്ടർ നല്ലൊരാളെ കിട്ടിയാൽ മാത്രമേ ഞാൻ ഷൂട്ട് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് 6 മാസം വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാവരും കൂടി തീരുമാനിച്ചാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് അങ്ങ് മാറ്റാം, എന്നിട്ട് നമുക്കൊരു ഫ്രഷ് ആയിട്ട് തമിഴിലധികം അങ്ങനെ അഭിനയിച്ച് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അധികം കണ്ടുവരാത്തൊരു മുഖമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയപ്പോഴാണ് പിന്നെ അവർ മലയാളത്തിലേക്ക് ഓപ്ഷൻസ് നോക്കി തുടങ്ങിയത്. മലയാളത്തിലെ ഓപ്ഷൻ നോക്കുമ്പോഴും അവർക്ക് എന്താ പറയുക, അവരുടെ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ വേറെ സിനിമ ഇതിനു മുമ്പ് രജിഷയൊക്കെ അഭിനയിച്ചിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കണമെന്നൊക്കെ ആലോചിച്ചിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഈ പറഞ്ഞ യൂട്യൂബ് വന്നതുകൊണ്ടാണ് അന്ന് പിന്നെ ഇങ്ങനെ സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രിയാമണി ഒരു ഓപ്ഷൻ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ സംസാരിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, ഒരു ഓപ്ഷനായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രൊഡക്ഷൻ ടീമിന് വേറെ കണക്ഷനും ഒത്തിരി ഉണ്ട്. കാരണം അവർ ഒത്തിരി സിനിമകൾ ചെയ്തവരാണ്. അപ്പൊ അവർക്ക് മലയാളത്തിൽ നിന്നുള്ളവർ അഭിനയിച്ചിട്ടുണ്ട്, മലയാളത്തിൽ നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ തൊട്ടു മുമ്പത്തെ സിനിമയിൽ ഐശ്വര്യ രാജേഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് വേണമെങ്കിൽ. പിന്നെ ഇനിയിപ്പോൾ അറിയില്ല കേട്ടോ, എല്ലാവരും ഈ പറഞ്ഞ പോലെ അമ്മ എന്നുള്ളതിന്റെ ആ ഒരു ഇതിൽ കൊണ്ടാണോ വേണ്ടാന്ന് വെച്ചതെന്നും അറിയില്ല. കാരണം അവർ ഓൾറെഡി വേറെ വേറെ രീതിയിലുള്ള സിനിമകൾ ഹീറോയിനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇനി അതുകൊണ്ടും ആവാം, അറിയില്ല. എന്തായാലും അങ്ങനെ ആണെങ്കിലും നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടി. അതെ അതെ അതെ. കാരണം നമ്മള് ഒരു രീതിയിലും ഇവരുമായിട്ട് കണക്ഷനേ ഇല്ലാത്ത ഒരാളാണ്. ഞാനാണെങ്കിൽ എത്രയോ വർഷമായിട്ട് തമിഴ് സിനിമ ചെയ്തിട്ടുമില്ല, ഒരു രീതിയിലുള്ള ഒരു കണക്ഷനും ഇല്ല. അപ്പൊ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു യൂട്യൂബ് മൂലം ഇങ്ങനെ വന്നത് നമുക്ക് വരാനുള്ളതായതുകൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ എടുത്തതും ചെയ്തതും. ഇനിയും എനിക്ക് നല്ലത് വരാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരും എന്നുള്ളൊരു പ്രതീക്ഷ. നമ്മുടെ മലയാള സിനിമ പോലെ ഇപ്പോൾ ഈ സിനിമ നമുക്കിപ്പം അവിടെ നല്ല രീതിക്ക് ഓടുന്നുണ്ട്, ഈ പറഞ്ഞ ആളുകളൊക്കെ കണ്ടു. ഇവിടെ ചെയ്യുന്ന പോലെ അത്രയും ഒരു പബ്ലിസിറ്റി എന്ന് വെച്ചാൽ ഒരു മീഡിയ പബ്ലിസിറ്റി അങ്ങനെ എന്തെങ്കിലും ഈ സിനിമയ്ക്ക് കുറഞ്ഞിട്ടുണ്ടായിട്ട് തോന്നുന്നു? അവിടെ കുറഞ്ഞിട്ടില്ല. കാരണം അവിടെ അവരുടെ ഒരു അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്തിരുന്നത് ഇതൊരു ചെറിയ ബഡ്ജറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയ സിനിമ ആയതുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോഴേ ഭയങ്കരമായിട്ടുള്ളൊരു ഇത് കൊടുക്കണ്ട, ഒരു ഹൈപ്പ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാണ് അവർ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും ഒന്നും വയ്ക്കാതിരുന്നത്. പക്ഷെ വൺസ് റിലീസിന് തലേ ദിവസം പ്രസിൻ്റെ ഒരു ഷോ അവർ വെച്ചിരുന്നു. അപ്പം അതിനുശേഷം അങ്ങോട്ട് നല്ലതായിട്ട് പബ്ലിസിറ്റി അവർ കൊടുത്തു. എൻ്റെ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങളും ഇതും അല്ലെങ്കിൽ തിയേറ്റർ വിസിറ്റ്, ഞങ്ങളിപ്പോൾ ഓൾറെഡി ഒരാഴ്ച കൊണ്ട് ചെന്നൈയിലുള്ള ഒരുവിധം എല്ലാ തിയേറ്റർ, തേനി, ട്രിച്ചി, കോയമ്പത്തൂർ, മധുരൈ, ഇതെല്ലാം ഞങ്ങൾ പോയി. അപ്പം അങ്ങനെ പബ്ലിസിറ്റി നല്ലപോലെ കൊടുത്തു. ആഫ്റ്റർ റിലീസാണ് കൊടുത്തത്. ബിഫോർ റിലീസ് വേണ്ട എന്നാണ് അവരുടെ ഒരു തീരുമാനം. കാരണം അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കേണ്ട ഒരു സിനിമ അല്ല ഇത്. വളരെ ചെറിയൊരു പ്ലോട്ടാണല്ലോ. ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാം ഭയങ്കര നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വിജയ് സാറിൻ്റെ പടമൊക്കെ വരുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കും. അവിടെ എല്ലാവരും നല്ല രീതിയിലാണ് അവർ പബ്ലിസിറ്റി കൊടുക്കുന്നത്. പിന്നെ മലയാളത്തിലേക്ക് വരുമ്പം അവർ കേരളത്തിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം. അത് അറിയില്ല, അവർക്ക് അത് തോന്നിക്കാണും കേരളത്തിലും അങ്ങനെ കേരളത്തിൽ ആളുകൾ കാണുന്നുണ്ടല്ലോ സിനിമ. കാണുന്നുണ്ട്. കാരണം 20-ാം തീയതി റിലീസായിട്ട് ഇപ്പം ഈ ഇത്രയും ആയല്ലോ ഇതുവരെ സിനിമ ഷോ. നമ്മളൊരു 8-10 പേരെയല്ലേ ഇൻവൈറ്റ് ചെയ്തോളൂ, ബാക്കി എല്ലാവരും ടിക്കറ്റ് എടുത്ത് വന്നതാണ്. പിന്നെ ഈ ഒരാഴ്ചയായിട്ടും ഷോസ് മാറിയിട്ടില്ല. 3 ഷോ ഇപ്പോഴും ഉണ്ട്. ലുലുവിലും ഫോർമാളിലും സിനിപോളിസിലൊക്കെ ഉണ്ട്. അപ്പം അത് തന്നെ ഒരു വലിയ കാര്യമാണ്. 2 ദിവസം കൊണ്ട് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അല്ല, അവരെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി നോക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അതെ, പക്ഷെ അതൊക്കെ ഈ പ്രൊഡക്ഷൻ സൈഡിലെ കാര്യങ്ങളല്ലേ, നമ്മൾ ഒരു വിചാരിച്ച നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് അറിയില്ല. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ തമിഴ്നാട്ടിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നതുകൊണ്ട് അവർ അതിലങ്ങ് ഹാപ്പിയാണ്. ആൻഡ് ബാംഗ്ലൂർ നന്നായി പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർ അതിലങ്ങ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഡയലോഗുകൾ മൊത്തം അവിടെ മലയാളത്തിൽ എല്ലാ ഡയലോഗും പറഞ്ഞു.
എനിക്ക് തങ്കളീഷിലാണ് സ്ക്രിപ്റ്റ് തന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് തുടങ്ങുന്ന 1 മാസം മുമ്പേ തന്നു. സ്ക്രിപ്റ്റ് ഞാൻ ബൈ ഹാർട്ട് പഠിച്ചിട്ട് തന്നെയാണ് പോയത്. അവിടെ ചെന്നിട്ട് ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് പോയത്. അപ്പം അതുകൊണ്ട് ഈസി ആയിരുന്നു. ആ സ്ലാങ് മാത്രം പിന്നെ ഒന്ന് പിടിച്ചാൽ മാത്രം മതിയായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ പഠിച്ചിട്ട് പോയതുകൊണ്ട് നല്ല ഇതായിരുന്നു. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് പഠിക്കുക, കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കി കുറേ പ്രാവശ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക. പിന്നെ ട്രാക്ടർ ഓടിക്കാൻ പഠിക്കുക, ഇറച്ചി വെട്ടാൻ പഠിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എനിക്ക് ആ വലിയ കത്തി എടുത്ത് വെട്ടാത്തത് എൻ്റെ മനസ്സിൽ കുറേ തോന്നി. ലിവറായോണ്ട് ചെറിയ സോഫ്റ്റ് ആയിട്ട്. അതെ. അപ്പോൾ അതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ എന്തൊക്കെയാണെങ്കിലും അറിയില്ല, ഷോട്ട് വെക്കുമ്പോൾ എങ്ങനെ വെക്കും എന്നുള്ളത് നമുക്കറിയില്ല. സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട് ഇവരുടെ ഒരു ജോലി ഇങ്ങനെയാണ്, അപ്പോൾ ഇവരുടെ ഈ ഒരു സീനിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ നമുക്കറിയില്ല ആ സമയത്ത് എങ്ങനെയായിരിക്കും ക്യാമറ വയ്ക്കുക, അല്ലെങ്കിൽ ഡയറക്ടർ എങ്ങനെയാണ് കൊറിയോ ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ ഇതൊന്ന് നമ്മൾ തൊട്ടും ആ ബ്ലഡൊക്കെ ഒന്ന് ഇതാക്കിയിട്ടൊന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഹെസിറ്റേഷൻ മാറുമല്ലോ. ഞാൻ നാട്ടിൽ നമ്മുടെ വീടിന്റെ അടുത്ത് പോയിട്ട് പഠിച്ചു. പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു 2-3 ദിവസം പോയിട്ട് ആ ഇറച്ചിക്കടയിൽ പോയിട്ട് മൂവാറ്റുപുഴ പോയിട്ട് ഇതിങ്ങനെ എടുത്തു. ഞങ്ങളുടെ അവിടെ ഉണ്ട് ബീഫ് വിൽക്കുന്ന കടയുണ്ട്. മൂവാറ്റുപുഴ എന്റെ വീടിന്റെ അടുത്തുണ്ട്, നെല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒരു തൂക്കിയിട്ടിരിക്കുമല്ലോ. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാനും ഇങ്ങനെ വെട്ടാനും ഒക്കെ പഠിച്ചു. അത് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എനിക്ക് തന്നെ ആ ബ്ലഡ് തൊടുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഫേസിലൊരു സാധനം വരുമല്ലോ, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചതാണ്. അല്ലാതെ എനിക്കറിയില്ല എൻ്റെ മുഖം വയ്ക്കുമോ, ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഷോട്ട് അങ്ങനെയൊന്നും അല്ല. പക്ഷെ എങ്ങാനും വച്ചാൽ റെഡി ആയിരിക്കണം. അതെ, റെഡി ആയിരിക്കണം. ട്രാക്ടറും അതുപോലെ തന്നെ ഇത്രയും അതും മൂവാറ്റുപുഴ തന്നെ. നമ്മുടെ വീടിന്റെ അടുത്തൊരു ചേട്ടന് ട്രാക്ടർ ഉണ്ട്. അപ്പൊ എനിക്ക് ആ ചേട്ടന് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ആ ചേട്ടനും ഒരാഴ്ച 1-2 ആഴ്ച അതൊന്ന് അവിടെ ഒരു പാടത്ത് പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ച്. കാരണം ട്രാക്ടറും ഒരു വലിയൊരു വണ്ടിയാണല്ലോ, നമുക്ക് പരിചയമില്ല. പിന്നെ അതെന്ന് പറഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ട്രാക്ടർ ഓടുമ്പോൾ നമ്മളും കുലുങ്ങി നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്, അത്രയും ഹെവി ആയിട്ടുള്ള സാധനമല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചത്, അപ്പം ഈ സാധനത്ത് ബ്രേക്ക് ഇവിടെയാണ്, ഇതാണ് ഹാൻഡിൽ, വൈഡൊക്കെയാണ് വെച്ചിരുന്നത്. കാരണം ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ ദൂരേന്ന് വരുന്നതായിട്ട് എടുത്തത്. ഇപ്പൊ സിനിമയിൽ കാണിക്കുമ്പോൾ ഇത്ര ഡിസ്റ്റൻസിലാണ്, പക്ഷെ മറ്റത് ഞാൻ റോഡിന്ന് വരുന്നത് അത്രയും ഡിസ്റ്റൻസിൽ ഓടിച്ചു വരുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം സിനിമയിൽ എടുക്കുമ്പോൾ എല്ലാം എടുക്കും, എന്താ ഉപയോഗിക്കണം നമുക്കറിയില്ല. പക്ഷെ നമ്മൾ മെന്റലി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കാൻ അതിനുവേണ്ടി ചെയ്തു എന്ന് മാത്രം. അത് നന്നായി എളുപ്പമായി അവിടെ കൂടുതൽ. കാരണം നമ്മുടെ ലാംഗ്വേജ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലാംഗ്വേജ് നമുക്കൊന്ന് ഒരു സമാധാനം ഉണ്ടല്ലോ. പക്ഷെ വേറൊരു ലാംഗ്വേജ് ആകുമ്പോൾ അവിടെ നമ്മൾ ലാംഗ്വേജിൽ കോൺഷ്യസ് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ കൂടി നമുക്ക് കയ്യിലില്ലെങ്കിൽ എല്ലാം കൂടി ആകെ കുളമാവും. അപ്പം അതുകൊണ്ട് നമുക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്ന പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു അറ്റ്ലീസ്റ്റ് ഞാനത് പഠിച്ചതാണ്, അപ്പം എനിക്കറിയാം വീണാലും എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒന്ന് സ്ലിപ്പ് ആയാൽ എങ്ങനെയാണ് ഒന്ന് മാനേജ് ചെയ്യേണ്ടത്, അതിൻ്റെ എവിടേക്കാണ് അതിൻ്റെ സ്വിച്ച്, എന്തൊക്കെയാണ് ഹാൻഡിൽ, അതൊക്കെ നമുക്കൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് വരുമല്ലോ. ആദ്യമേ തന്നെ ഒരു ട്രാക്ടർ തന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിൻ്റെ എവിടെയാണ്, അതെവിടെ, ബ്രേക്ക് എവിടെ, ആക്സലേറ്റർ എവിടെയാണ്, എല്ലാം കൺഫ്യൂഷൻ ആകുമ്പം ഡയലോഗും ആറ്റിറ്റ്യൂഡും എല്ലാം പോകും. അപ്പം അതുകൊണ്ടാണ് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഹോംവർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ സോങ് ഇതാ എടുത്തത്. അപ്പം എനിക്ക് തോന്നുന്നു സോങ്ങിൽ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പാത്രം കഴുകുമ്പോൾ ആള് എന്താ വെച്ചാൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെള്ളം കൊടുക്കുന്നു. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഉമ്മ തരുന്നത്, അതാണ് ആദ്യം എടുത്തത്. ചെറിയ ചെറിയ സാധനങ്ങൾ ആദ്യം എടുത്തത്. പിന്നെ ഞങ്ങൾ ഡയലോഗായിട്ട് ആദ്യം എടുത്തത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലേ പശുവിന് വെള്ളം കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇയാൾ വരുന്നില്ലേ, അപ്പൊ ഞാൻ പറയൂല ഇയാൾക്ക് ചോറ് കൊടുത്തു പോരുത്, നുണയനാണ് അതിന് കൊടുത്തു. അതാണ് ഏറ്റവും ആദ്യം ഞങ്ങളൊരു സീനായിട്ട് എടുത്തത്. എല്ലാം നൈറ്റ് ഷൂട്ടൊക്കെയാണ്. ഭയങ്കരമായിട്ട് എന്താ പറയാ, സീൻ കമ്പോസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ കുറേ സമയം എടുത്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം രാത്രി 2 മണി വരെയൊക്കെ മിക്ക ദിവസം ഷൂട്ടൊക്കെ പോവും. എല്ലാവരും അതുവരെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ആ ഒരു ഫ്ലെക്സിബിലിറ്റി എൻറ്റയർ സെറ്റിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച മറ്റേ ഒരാളുണ്ടല്ലോ, 2 പേരുണ്ട്. എന്റെ ഹസ്ബൻഡ് കൂടെ കൂട്ടുകാരൻ, അയാളുടെ പേര് ജെൻസൺ, മറ്റേ ആളുടെ പേര് ബാലസരവണൻ. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഓക്കെയാണ്, 2 സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നവരും. അതെ, 2 സുഹൃത്തുക്കൾക്കും 2 രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ പ്രായത്തിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഒരാൾ തനി ലോക്കൽ കള്ളുകുടിയുണ്ട്, അയാൾ എപ്പോഴും അങ്ങനെയാണല്ലോ, അതായത് എന്റെ ഹസ്ബൻഡ് കൂടെയുള്ള ആള്. മറ്റേ ആള് കുറച്ചുകൂടി ഓക്കെ ഒരു എന്താ പറയുക പോളിഷ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അവരുടെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം ഭയങ്കര ഇതാണ്.
ആ കൗണ്ടർ അവരുടെ ടൈമിങ്ങിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ആ ടൈമിങ്ങിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നടക്കുന്ന കാര്യമാണല്ലോ. ഇപ്പം എൻ്റെ ടീമിൽ ഒരാൾ നന്നായിട്ട് ക്രിക്കറ്റ് ബാറ്റ് ചെയ്താൽ ഞാൻ പറയും, മറ്റു ടീമിലാണെങ്കിൽ അയാൾ പറയും. അപ്പം നടുക്ക് നടക്കുന്ന മാച്ചിനേക്കാളും പുറത്ത് നടക്കുന്ന മാച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് റിയൽ ലൈഫ്. രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ളത് അതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പോകുന്നുണ്ടെന്നാണ്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായി. അതിന്റെ ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇനിയും തമിഴിലേക്ക് ഒത്തിരി സിനിമ കിട്ടട്ടെ. അതാണ് എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയാനും ഒന്നും ആളല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുക. അതിന് ആ സമയത്ത് കിട്ടുന്ന അംഗീകാരങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നല്ല നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിലാണ് ചെയ്തു. അതെ. പിന്നെ ഇപ്പോഴും ആൾക്കാർ പറയുന്ന പോലെ ബാക്ക് ടു ബാക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു കയറ്റമില്ല. അതെവിടെയോ നമ്മുടെ എന്തോ ഒരു വിധി, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത്രയും വർഷം നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പിടി നല്ല കഥാപാത്രം ഉണ്ട്, എന്നാൽ ഭയങ്കരമായിട്ട് ഇല്ല താനും. അപ്പം അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് പോവാണ്. സാസിയയ്ക്ക് വന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വരാത്തതിന് പ്രശ്നമുള്ളൂ. വന്ന കഥാപാത്രങ്ങൾ പിന്നെ സാസിയെ വേണ്ടാന്ന് വെച്ചവരുണ്ടോ? വന്നിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചവരോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെയല്ലോ. ഇല്ല. അപ്പൊ വരാത്തത് മാത്രമേ വിഷയം. രണ്ട് രീതിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, നമുക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നല്ലത് വ്യത്യസ്തമായിട്ടുള്ളത് വരും. ഇപ്പം കുറേ നാൾ ഞാൻ സിനിമ ചെയ്യാതിരുന്ന സമയത്ത് പെട്ടെന്ന് കട്ടപ്പന വന്നു, എവിടെന്നോ പൊങ്ങി വന്നു കട്ടപ്പന. എങ്ങനെയാ വന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നല്ല സിനിമയിൽ കുഞ്ഞു ക്യാരക്ടർ ആണെങ്കിലും നല്ല ക്യാരക്ടറായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നാളിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് എവിടെന്നോ പൊങ്ങി വന്നു പൊറിഞ്ചു മറിയൻ ജോസ്. അതും നല്ല സിനിമയായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു. ഇട്ടിമാണി വന്നു. പിന്നെ കുറേ നാൾ അങ്ങനെ നിന്നപ്പോൾ വാസന്തിക്ക് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാണ്ട് നമുക്കറിയാലോ നമ്മളുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സോൾ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനു വേണ്ടി നമ്മൾ ചെയ്തതാണ് വാസന്തിയൊക്കെ. പെട്ടെന്ന് എവിടെന്നും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു അവാർഡ് വരുന്നു. അങ്ങനെ ആ സിനിമ ശ്രദ്ധിച്ചു. പിന്നെ കുറേ നാൾ ഒരു സിനിമ ഇല്ലാതിരുന്നപ്പോൾ പെട്ടെന്ന് ചതുരം വരുന്നു. അപ്പം ഇതൊക്കെ എപ്പോഴെങ്കിലും വരുന്ന കാര്യമാണ്. ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുക, കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, അങ്ങനത്തെ വന്നിട്ടില്ല എന്ന് മാത്രം. ഇനിയിപ്പോൾ സിനിമകൾ റിലീസിന് ഒരുങ്ങുമല്ലേ? ഇനിയിപ്പോൾ ഒരു സിനിമ ഇറങ്ങാനുണ്ട് മലയാളത്തിൽ, അന്വേഷണത്തിന്റെ തുടക്കം. നമ്മൾ ഒരുമിച്ചാണല്ലോ, ഉണ്ടല്ലോ. അതൊരു സിനിമ, എന്താ പറയുക, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഒരു പോലീസ് ഓഫീസറായിട്ടും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്റ്റോറിയിൽ ഒരു പ്ലോട്ടൊക്കെ അങ്ങനെയാണ്. ഒരു റിയൽ സ്റ്റോറി ആണെങ്കിൽ പോലും അതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, ഒരു ത്രില്ലർ ജോണറിലുള്ള സിനിമയാണ്. കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ നോക്കാം ഇനി ആ സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. പിന്നെ ഒരു തെലുഗു ചെയ്യുന്നുണ്ട് ഇപ്പം. അതും ഒരു എന്താ പറയുക, ഞാൻ തെലുങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വില്ലത്തി, ഒരു കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ അതും ഒരു എന്താ പറയുക, നമുക്കൊരു പ്രതീക്ഷ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ നോക്കാം എന്താവുമെന്ന്. എല്ലാ ഭാഷയിലേക്കും ഒന്ന് കയറാം. ഇനി ഹിന്ദിയും ഇംഗ്ലീഷും ഉള്ളു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാഗ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ പിന്നെ അങ്ങനെ അറിയില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ പിന്നെ ഒന്നിനും തടസ്സമില്ല. തടസ്സം വന്ന പോവും. അപ്പൊ തടസ്സമില്ലാതെ ആ കാര്യം, അഭിനയത്തിന്റെ ഒരു കരിയർ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഒരു അതെ. അത് ഇഷ്ടപ്പെടുന്ന ഒരാൾ, ആ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാള്, പിന്നെ എന്താ പറയുക, ഫാമിലി ആണെങ്കിലും അവരും അങ്ങനെ ഏതാണെന്ന് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി അല്ല, അവർ പിന്നെ കുഞ്ഞിലെ മുതൽ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും അവർക്കും ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അതെ, നമ്മുടെയൊക്കെ ഗുരുനാഥൻ. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ എനിക്ക് അറിയില്ല, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇത് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു ഇഷ്ടക്കേട് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ രാവിലെ ചെല്ലുന്നു, സംസാരിക്കുമ്പോൾ സിനിമാ വിശേഷങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് പൊളിറ്റിക്കലി കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് സിനിമാ കാര്യം ചോദിക്കുന്നു. എന്താണ് പുതിയ പ്രോജക്റ്റ്, എവിടെയാണ്, എന്താണ്, അപ്പോൾ എത്ര ദിവസത്തെ ഷൂട്ടുണ്ട്, എന്ന് പോയിട്ട് തിരിച്ചു വരും, അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നു. അപ്പം ഒന്നിനും എന്താണ് അടുത്ത സിനിമ ഏതാണ്, അതെന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു നമ്മുടേതായിട്ടുള്ള സ്പേസിലേക്കൊന്നും ഇടപെടുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും എനിക്ക് വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട്, നന്നായി പോകുന്നുണ്ടെന്ന് ഞാൻ ന്യൂസ് കണ്ടില്ല, ഞാൻ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗ്യമാണ്. അതെ, അത് എല്ലാവരും നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനത്തെ ആളാണ്, ഭയങ്കര സീരിയസ് ആളാണ്, മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് മാത്രമാണ് നമുക്കറിയുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പവർ, അതെ, ആ പവർ നമ്മുടെ അടുത്ത് കാണിക്കാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു അച്ഛൻ ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ എല്ലായിടത്തും ചെല്ലുമ്പോഴാണ് മനസ്സിലായി, എല്ലാവരും ജേക്കബ് ജോർജിന്റെ മരുമകളാണോ. ഇപ്പം നമ്മൾ ഈ എന്താ പറയാ, അന്വേഷണത്തിന് തുടക്കത്തിന്റെ ഇതിന് ബെഹ്റ സാറിന്റെ അടുത്ത് പോയിരുന്നല്ലോ, അതിന്റെ ഒരു ഇതിനൊക്കെ വേണ്ടി പോയപ്പോ, ക്ലാസ്സിന് വേണ്ടി പോയപ്പോഴാണ് ആപ് ജേക്കബ് ജോർജ് കി ബഹു ഹേ എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ മേ ബഹു ഹൂ.
അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ നമുക്കൊരു അഭിമാനം അങ്ങനെയൊക്കെ വരികയാണ്. സോ അങ്ങനെ ഒരു ഫാമിലിയിൽ എത്തുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതിന് അവർ ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാത്തൊരു ഫാമിലി ആയിട്ട് പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഒന്നിനും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ഭാഗ്യവും കൂടെ ഒരുമിച്ച് തെളിയട്ടെ. ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ ഉണ്ടാകട്ടെ. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.